നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നന്മകൾ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നൊരുപക്ഷെ മുഖ്യമന്ത്രി ആരെന്നതിലുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതിലേക്ക് വിശദമായി തന്നെ നമുക്ക് പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 9 ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷം മുഖ്യമന്ത്രിയെ ഇന്ന് തീരുമാനിക്കും. ഉച്ചയോടെ ഡൽഹിയിൽ പ്രഖ്യാപനമെന്ന സൂചന. ഖാർഗെ രാഹുൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. പ്രതീക്ഷ കൈവിടാതെ കെസിയും വിഡിയും ആർസിയും. മുസ്ലിം ലീഗ് അടിയന്തര യോഗം ഇന്ന് പാണക്കാട്. മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ട സാഹചര്യം ചർച്ച ചെയ്യും. മന്ത്രിസഭയിലെ പ്രാതിനിധ്യ കണക്ക് സംബന്ധിച്ചും ചർച്ചയുണ്ടാകും. ലീഗ് മന്ത്രിമാർ ആരൊക്കെയെന്നതിലും തീരുമാനമാകും. തോൽവി വിലയിരുത്താൻ ഇന്നും നാളെയും സിപിഎം സംസ്ഥാന സമിതി യോഗം. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ വിമർശനത്തിന് സാധ്യത. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നത് അജണ്ടയിലില്ല. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കും. തമിഴ്നാട് നിയമസഭയിൽ വിജയിക്കുന്ന നിർണായകം. വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിക്കുമോ? കോൺഗ്രസും ചെറു പാർട്ടികളും പിന്തുണയ്ക്കും. AIADMK വിമതരുടെ നിലപാട് നിർണായകമാകും. ഇടിമിന്നലിൽ 4 യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞ നടുക്കം മാറാതെ മലപ്പുറത്തെ മങ്കട. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം. മഴയിലും കാറ്റിലും ഇടിമിന്നലിലും പലയിടത്തും നാശനഷ്ടങ്ങൾ. 5 ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം കേരളത്തിലേക്കും. 10 സംസ്ഥാനങ്ങളിൽ അന്വേഷണമെന്ന് CBI. ടെലഗ്രാം ചാനലുകളിലും ചോദ്യപേപ്പർ പ്രചരിച്ചു. പരീക്ഷ റദ്ദാക്കിയതിൽ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. പുതിയ തീയതി വൈകാതെ പ്രഖ്യാപിച്ചേക്കും. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ പരീക്ഷണ പറക്കലിന് ഇന്ന് തുടക്കം. പരീക്ഷണ പറക്കൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന്. തീരദേശ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യം. ട്രംപ് ചൈനയിലേക്ക്. നാളെ ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച. പശ്ചിമേഷ്യയിൽ സംഘർഷം ഉൾപ്പെടെ ചർച്ചയാകും. ഇറാന് നേരെയുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് ഇറാന്റെ ഭീഷണി. വാർത്തകൾ വിശദമായി നോക്കാം. മുഖ്യമന്ത്രിയെ ഇന്നറിയാം. ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധി തേടിയിരുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് നടപടിക്രമങ്ങൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 10 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ ഘടകകക്ഷികളും കടുത്ത അതൃപ്തിയിലാണ്. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഡൽഹിയിൽ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിലൊരു അന്തിമ തീരുമാനമായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആരെന്നതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി കേരളം ചോദിക്കുന്ന ചോദ്യമാണ്, കേരളം കാത്തിരിക്കുന്ന മറുപടിയാണ്. ആരാണ് കോൺഗ്രസിന്റെ മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്? ഒരുപക്ഷെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള കാത്തിരിപ്പാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി. വലിയ ഭൂരിപക്ഷം 102 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷം നൽകിയാണ് കോൺഗ്രസിന് UDF മുന്നണിയെ ജനം അധികാരത്തിൽ എത്തിയത്. 10 വർഷത്തെ CPM ഇടതു ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് വലിയ ജനവിരുദ്ധ വികാരം ആ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. ആ വികാരത്തിന്റെ പുറത്താണ് കോൺഗ്രസിന് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയതെന്ന് നിസ്സംശയം പറയാം. പക്ഷേ അതിനുശേഷം തികച്ചും ആ പ്രതീക്ഷ കോൺഗ്രസ് സർക്കാരിൽ അർപ്പിച്ച ജനങ്ങളെ മുഖത്തു നോക്കി പല്ലിളിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 10 ദിവസമായി അനുശ്രീ ചോദിച്ച ചോദ്യം തന്നെയാണ് കേരളവും ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയായോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായോ, ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കുമെന്ന ചോദ്യം. ഇപ്പോഴും അതിന് ഉത്തരം പറയാൻ ആർക്കും കഴിയുന്നില്ല. ഇന്ന് വരുമെന്ന് ഓരോ ദിവസവും പറയുന്നു. ആ ഇന്നാകട്ടെ നമുക്കും ആഗ്രഹിക്കാം. ഏതായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയെങ്കിലും തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ
തന്നെ ധാരണയായിരുന്നു. രാവിലെ തന്നെ കെ മുരളീധരൻ ഇവിടെ നിന്ന് പോയ ശേഷം പറഞ്ഞത് എല്ലാം തീരുമാനമായിരിക്കും, നാളെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അതിനിടെ ഇന്നലെ രാത്രി തന്നെ പ്രഖ്യാപനം വന്നേക്കാം തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നു. പക്ഷേ പ്രഖ്യാപനം വന്നില്ല. സാധാരണഗതിയിൽ വാർത്താ സമ്മേളനം നടത്തിയ ACCയുടെ നേതാക്കൾ ആരെങ്കിലും വക്താവോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിമാരോ വാർത്താ സമ്മേളനം നടത്തി തീരുമാനം പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ അതുണ്ടാകില്ലെന്ന സൂചനകൾ ലഭിക്കുന്നത്. ഒരു വാർത്താക്കുറിപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു വാർത്താക്കുറിപ്പിൽ ആ തീരുമാനം വരും. പക്ഷേ അതും എപ്പോഴെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ ഉള്ളത്. വളരെ വലിയ വിമർശനം കോൺഗ്രസിനെതിരെ പേരിൽ കേൾക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് ട്രോൾ ചെയ്യപ്പെടുകയാണ്. വലിയ വിമർശനം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്നു. ലീഗിനുള്ളിൽ കടുത്ത അതൃപ്തി, ഘടകകക്ഷികൾക്ക് പൊതുവെ വലിയ അതൃപ്തിയുണ്ട്. പുറത്തുപോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായെന്ന് ലീഗിന്റെ MLA-മാർ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നമായി ഇത് വളരുകയാണ്. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ അധികാരത്തിൽ എത്തിച്ചിട്ടും അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. പകരം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുക കോൺഗ്രസിന് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. കാരണം രണ്ടുപേർ ജയിച്ചു വന്ന രണ്ടുപേരുണ്ട്. ഒരാൾ മുൻ പ്രതിപക്ഷ നേതാവാണ്, ഒരാൾ ഇപ്പോൾ കോൺഗ്രസ് നയിച്ച പ്രതിപക്ഷ നേതാവാണ്. അതിനുമപ്പുറത്തേക്ക് ACC ജനറൽ സെക്രട്ടറി ഈ സ്ഥാനം സ്വപ്നം കണ്ട് ചരടുവലികൾ നടത്തുന്നതാണ് കോൺഗ്രസിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിലാരാണ് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും വ്യക്തതയില്ല. 3 ക്യാമ്പും ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. KC വേണുഗോപാൽ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും ആഘോഷങ്ങൾക്ക് ഒരുക്കിക്കോളൂ, അതിനുള്ള എല്ലാ കോപ്പ് കൂട്ടിയാണ് KC വേണുഗോപാൽ ക്യാമ്പ് ഇരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പ്രഖ്യാപനം വൈകുന്നേരം 6 മണിയോടുകൂടി വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ KPCC ആസ്ഥാനത്തേക്ക് വലിയൊരു സംഘം KC വേണുഗോപാൽ അനുകൂലികൾ എത്തിയിരുന്നവർ മധുരപലഹാരങ്ങളുമായാണ് വന്നത്, പടക്കങ്ങളുമായാണ് വന്നത്. പക്ഷെ അവർക്ക് ആഘോഷത്തിന് പകരം നേരത്തെ വെച്ച ഫ്ലക്സ് ബോർഡുകളും ഹോർഡിംഗ്സുകളും എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷവും ഇപ്പോഴും ആ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസമാണ്. KC വേണുഗോപാൽ അല്ലാതെ മറ്റാരെ എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സംഘടനാ രംഗത്ത് കോൺഗ്രസിലെ രാജ്യത്തിന് നയിക്കുന്ന നേതാവ് KC വേണുഗോപാലിന്റെ സമര പാരമ്പര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റോളുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് MLA-മാരുടെ പിന്തുണയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് KC ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സതീശൻ അല്ലാതെ മറ്റാരാണ് ഇത്ര വലിയ വിജയത്തിന് നേരവകാശി എന്നാണ് VD സതീശൻ ക്യാമ്പ് ചോദിക്കുന്നത്. തീർത്തും ദുർബലമായിരുന്ന, തീർത്തും നാമാവശേഷമായ ഒരു മുന്നണിയെ, കോൺഗ്രസ് പാർട്ടിയെ എണീറ്റ് നിന്ന് ശബ്ദിക്കാൻ, LDF സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ പോരടിക്കാൻ പ്രാപ്തനാക്കിയ നേതാവാണ് VD സതീശൻ. അദ്ദേഹമല്ലാതെ മറ്റാരാണ് വിജയത്തിന് നേരവകാശി? 102 സീറ്റ്, 100-ലേറെ സീറ്റെന്ന് ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ പറയാൻ തയ്യാറായ നേതാവ് VD സതീശനാണ്. ഓരോ ജില്ലകളിലെയും അദ്ദേഹത്തിന്റെ കണക്കുകൾ ശരിയായി. മന്ത്രിമാർ ഒരു ഡസൻ പരാജയപ്പെടുമെന്ന് പറഞ്ഞത് ഒന്നധികമായി മാത്രമേ മാറിയിട്ടു. അങ്ങനെ എന്തുകൊണ്ടും വിജയത്തിന്റെ നേരാവകാശി സതീശനാണ്. VD ഇല്ലെങ്കിൽ ഇവിടെ വലിയ കലാപമുണ്ടാകും കോൺഗ്രസിൽ എന്ന മുന്നറിയിപ്പുമായി VD സതീശൻ ക്യാമ്പുണ്ട്. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ, നാട് നയിക്കട്ടെ എന്നാണ് അവരുടെ മുദ്രാവാക്യം. അതേസമയം രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറായ നേതാവാണ്. 26 വയസ്സിൽ സംസ്ഥാനത്തിന്റെ മന്ത്രിയായ അപൂർവ രാഷ്ട്രീയ ചരിത്രമുള്ള ആളാണ് രമേശ് ചെന്നിത്തല. കേന്ദ്ര സർക്കാരിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചു. സംസ്ഥാനത്ത് ആഭ്യന്തര മന്ത്രിയായിരുന്നു, KPC അധ്യക്ഷനായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴുള്ള കേരളത്തിലുള്ള ഈ സജീവമായ നേതാക്കളുടെ ഒക്കെ നേതാവാണ് രമേശ് ചെന്നിത്തല, ഏറ്റവും സീനിയറായ നേതാവ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രൂപീകരിക്കുമ്പോൾ വേണമെങ്കിൽ തനിക്ക് എന്ന അവകാശവാദം ഉന്നയിക്കാമെന്ന്, പക്ഷേ ഉമ്മൻചാണ്ടി സീനിയറായിട്ട് മാറിക്കൊടുത്തു. 2021 വീണ്ടും പ്രതിപക്ഷ നേതാവ് തനിക്കായിരുന്നു പിന്തുണ കൂടുതൽ. പക്ഷേ അപ്പോഴും പാർട്ടി പറഞ്ഞതിനെ എതിർക്കാതെ വളരെ സംയമനത്തോടുകൂടി ഒരു അക്ഷരം മിണ്ടാതെ പാർട്ടി തീരുമാനത്തിന് വഴങ്ങി പ്രതിപക്ഷത്ത് പ്രവർത്തിച്ച ആളാണ് താൻ. തന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഓർപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല സജീവമായിട്ട് അങ്ങനെ 3 ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 2 VD സതീശൻ, KC വേണുഗോപാൽ അനുയായികളുടെ തമ്മിലടിക്കിടെ പാർട്ടിയെ നാണക്കേടിലാക്കാതെ പൂർണ്ണമായും പാർട്ടി നിലപാടിനൊപ്പം നിന്നുപോയ തനിക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം അർഹതയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവരും വാദിക്കുന്നു. അങ്ങനെ 3 ക്യാമ്പും ശുഭപ്രതീക്ഷയിലാണ്. പല നേതാക്കളും ഇതിനകം തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിനെ അടക്കം തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. 2020 സമാനമായി മന്ത്രിസഭാ രൂപീകരണം പോലും നടത്തിയതാണ് UDF. പക്ഷേ അന്നവർക്ക് പ്രതിപക്ഷത്തിരിക്കാനാണ് വിധി. ഇത്തവണ പക്ഷേ ഈ 3 നേതാക്കളും തങ്ങളുടെ തുറ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് വലിയ ഭരണസ്തംഭനം ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് SSC പരീക്ഷാഫലം 15-ാം തീയതി
തീയതി പ്രഖ്യാപിക്കേണ്ടതാണ്. അതിന്റെ കാര്യത്തിൽ ഇനിയും അവ്യക്തതയുണ്ട്. ഇന്ന് പരീക്ഷാ ബോർഡ് ചേർന്നു. സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ട്രഷറി ഇടപാടുകൾ പലതും തടസ്സപ്പെടുന്നു. ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇപ്പോഴും വലിയ വിവാദങ്ങൾ ആയിക്കഴിഞ്ഞു. അക്ഷരാർത്ഥ സംസ്ഥാനം ഒരു കാവൽ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അക്കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. പുതിയ സർക്കാർ ചെയ്യേണ്ട നിലപാടാണ് പിണറായി വിജയനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഒരു ഭരണസ്തംഭനത്തിലേക്ക് പോവുകയാണ്. അപ്പോഴും ആരാണ് മുഖ്യമന്ത്രി എന്നാണ് സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ മണിക്കൂറുകളിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഉച്ചയോടുകൂടിയെങ്കിലും അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. മനുഷ്യരും അരുൺ, അതുപോലെ തന്നെ ഈ ജനവികാരം അടിസ്ഥാനമാക്കി ആയിരിക്കില്ല കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുക. അതിന് കോൺഗ്രസിന്റേതായിട്ടുള്ള രീതിയുണ്ട് എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കെ മുരളീധരനും വി എം സുധീരനും അടക്കം ജനവികാരം വി ഡി സതീശന് അനുകൂലമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ രാഹുലിനോട് പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കില്ലേ ഈ ഒരു പ്രതിസന്ധി സമയത്ത് ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ടാവുക? അതും ഒരു ഘടകമാകും. കാരണം വി ഡി സതീശന് ഒരു പൊതു സ്വീകാര്യത തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം, കാരണം അത്രയധികം വലിയൊരു ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നതിന്റെ നേരവകാശി സതീശനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മികവ് അദ്ദേഹത്തിനുള്ള മാർക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സതീശൻ തന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ് ജനവികാരം. അതാണ് മുസ്ലിം ലീഗ് പറയുന്നത്, അതാണ് RSP പോലുള്ള പാർട്ടികൾ നേരത്തെ പറഞ്ഞത്, കേരള കോൺഗ്രസ് പറഞ്ഞത്. കെ മുരളീധരനും വി എം സുധീരനും പോലെ സതീശ് അനുകൂലിക്കുന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് മാത്രമാകുമോ ഘടകം? എക്കാലത്തും കോൺഗ്രസിൽ നിയമസഭാ കക്ഷിയിലെ പിന്തുണ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിലുണ്ട് അവിടുത്തെ കക്ഷിനില, അവിടെ ആർക്കാണ് പിന്തുണ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട. ഏറ്റവും ഒടുവിൽ കൊച്ചി നഗരസഭ പോലും അങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തത്. അങ്ങനെ ഉള്ളപ്പോൾ എന്തിന് ഈ ഇത്തവണ മാത്രം ഒരു മാറ്റം വരുത്തണം? ജനവികാരം എന്ന പേരൊക്കെ ഒരു PR എക്സസൈസിന്റെ ഭാഗമാണ്. ജനവികാരം PR എക്സസൈസിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നൊരു വലിയ വിമർശനം എതിർ ക്യാമ്പ്, അത് പ്രത്യേകിച്ചും KC വേണുഗോപാൽ ക്യാമ്പ് വി ഡി സതീശനെതിരെ ഉയർത്തുന്നുണ്ട്. അത് മാത്രം മാനദണ്ഡമാകില്ല കോൺഗ്രസിൽ. എല്ലാ കാലത്തെയും പോലെ നിയമസഭാ കക്ഷിയിലെ പിന്തുണ ആർക്കാണോ കൂടുതൽ അവിടെ അത് തന്നെ നിർണായകമാകുമെന്നാണ് KC വേണുഗോപാൽ അനുകൂലിക്കുന്നവരുടെ വാദവും അവരുടെ പ്രതീക്ഷയും. നിയമസഭാ കക്ഷിയുടെ പിന്തുണ കൂടുതലുള്ളത് KC വേണുഗോപാലാണ് അവർ ശക്തമായി തന്നെ പറയുന്നു. മാത്രമല്ല ഘടകകക്ഷികൾക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇക്കാലത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവുമില്ല. കാരണം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് അവരുടെ മുഖ്യമന്ത്രി ആരാകണമെന്ന് പറഞ്ഞുകൊണ്ട് എതിർവാദവുമുണ്ട്. ഏതായാലും നിയമസഭാ കക്ഷിയുടെ പിന്തുണ മാത്രമാണോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഹൈക്കമാൻഡിലുള്ള ശക്തമായ പിടി മാത്രമാണോ, അതുമല്ലെങ്കിൽ ജനവികാരം മാനിച്ചുകൊണ്ടാണോ, അതുമല്ല ഇനി സീനിയോറിറ്റിയും ഇനിയൊരു അവസരമില്ലാത്ത ചെന്നിത്തലയെ ഇതിലൊരു മുഖ്യമന്ത്രിയായി പരിഗണിക്കുമോ എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഉച്ചയോടുകൂടി അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട സാഹചര്യം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് അടിയന്തര യോഗം ഇന്ന് ചേരും. രാവിലെ 10 മണിക്ക് പാണക്കാടാണ് യോഗം. 102 സീറ്റുകളുമായി വലിയ വിജയം നേടിയിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകുന്നതിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. ജനവികാരം മാനിക്കാതെ മുഖ്യമന്ത്രി ചർച്ചകളിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നതിൽ ലീഗിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതാ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആരാകണം മുഖ്യമന്ത്രി എന്നത് ഇന്നൊരു തീരുമാനമുണ്ടാകും എന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇതാ ലീഗിന്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇന്നലെ സണ്ണി ജോസഫും പറയുകയുണ്ടായി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രി തർക്കം, അത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെന്നത്. തീർച്ചയായും അനുശ്രീ, ഗുഡ് മോർണിംഗ്. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ പ്രതിഷേധം ഇതിനോടകം തന്നെ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്, ഇക്കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ചേരുന്ന നേതൃയോഗം നിലവിലെ സാഹചര്യം തന്നെയാണ് ചർച്ച ചെയ്യുക. മികച്ച ഭൂരിപക്ഷം നേടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാനായിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്തത് കോൺഗ്രസിലെ ഒരു കഴിവുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തർക്കം കൊണ്ടാണ്, ആഭ്യന്തര പ്രശ്നം കൊണ്ടാണ് എന്ന തരത്തിൽ തന്നെയാണ് ലീഗ് വ്യാഖ്യാനിക്കുന്നത്, ലീഗ് വിമർശിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കാരണം വി ഡി സതീശനാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ഒന്നാകെ നയിച്ചതും ഓരോ മണ്ഡലത്തിലെത്തി പ്രചരണം നടത്തിയതും അദ്ദേഹത്തിൻ്റെ പേരിലാണ് വോട്ട് തേടിയതും ജനം വോട്ട് ചെയ്തതും വി ഡി സതീശന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ പിന്തുണച്ച് ലീഗ് രംഗത്തെത്തിയിരുന്നു. പക്ഷേ കോൺഗ്രസിലെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും തങ്ങളുടെ നിലപാട് അത് കൃത്യമായിട്ട് തന്നെ ലീഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഒരു തീരുമാനവും ആവാത്ത സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ലീഗിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നത്. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് MLA മാർ വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു മുഖ്യമന്ത്രി തർക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാടിലുള്ള പ്രതിഷേധം തന്നെയായിരിക്കും മുഖ്യമായിട്ടും ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ ലീഗിൻ്റെ വാക്ക് പരിഗണിക്കാതെ
വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പരിഗണിക്കാതെ മറ്റ് തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അതിലുള്ള നിലപാടുകളും ലീഗ് ചർച്ച ചെയ്തേക്കും. പരസ്യമായി പറയുമെന്ന് പറയാനാകില്ല. അതിനൊപ്പം തന്നെ ലീഗ് ചർച്ച ചെയ്യുക അവരുടെ 5 മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ 5 മന്ത്രിസ്ഥാനമായിരുന്നു 2011 അവർ അധികാരത്തിലെത്തിയപ്പോൾ ലഭിച്ചത്. ഇത്തവണയും അതേ 5 മന്ത്രിസ്ഥാനം വേണമെന്നൊരാവശ്യം തന്നെയാണ് ലീഗ് ഉന്നയിക്കുന്നത്. ആരൊക്കെ മന്ത്രിയാകണം എന്ന കാര്യത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു സമയത്ത് 10 മണിക്കാണ് യോഗം ആരംഭിക്കുക. ഉച്ചയോടെ യോഗം തീരും. അതിനുള്ളിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അതിലുള്ള പ്രതികരണവും ആ കാര്യത്തിലുള്ള ചർച്ചകളും ഇന്ന് നടക്കും. എന്താണെങ്കിലും മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി വിഷയത്തിൽ കടുത്ത അഭിപ്രായങ്ങളിലേക്ക് നിലപാടുകളിലേക്ക് പോകുമോ എന്ന് ഇന്നത്തെ നേതൃയോഗം തീരുമാനിക്കും. എന്താണെങ്കിലും ഉച്ചയോടെ യോഗം സമാപിക്കുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിനെതിരെ ഒരു പരസ്യ വിമർശനത്തിന് അതിരൂക്ഷമായ ഭാഷയുടെ പരസ്യ വിമർശനത്തിന് ലീഗ് തയ്യാറാകുമോ അതോ സാഹചര്യങ്ങൾക്കനുസരിച്ച് സമാവേശത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. ശരി, സി വി അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനുള്ള CPM സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയും. പരാജയം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും പോളിറ്റ് ബ്യൂറോയുടെയും വിലയിരുത്തലുകൾ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ വിമർശനത്തിന് സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നത് സംസ്ഥാന സമിതിയുടെ അജണ്ടയിലില്ല. എന്നാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനം വന്നാൽ PB അംഗങ്ങൾ യോഗം ചേർന്ന് സംസ്ഥാന സമിതിയിൽ നിർദ്ദേശം അവതരിപ്പിക്കാനാണ് ആലോചന. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കും. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, തോൽവി ഉണ്ടാകാനുള്ള വിഷയങ്ങളടക്കം ഇപ്പോൾ ഇതാ ചർച്ചയാവുകയാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യം അത് PB ചർച്ച ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിണറായി വിജയനുള്ള സാധ്യത അത് കുറയുകയല്ലേ ചെയ്യുക? അനുശ്രീ, PB യോഗം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. മെനിങ്ങാന്ന് ഡൽഹിയിൽ അവസാനിച്ചു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കാര്യത്തിൽ ചർച്ച വന്നില്ല. സംസ്ഥാന നേതൃത്വത്തിന് ആ തീരുമാനം വിട്ടുകൊടുക്കുകയായിരുന്നു PB ചെയ്തത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി MA വിവേദ് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്നെങ്കിലും ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തില്ല. അടിയന്തരമായി തീരുമാനിക്കേണ്ട വിഷയമല്ല എന്നാണ് CPMന്റെ ഒരു പൊതു നിലപാട്. കാരണം മുഖ്യമന്ത്രി പോലും സംസ്ഥാനത്ത് വരെ ആരെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി ചേരുന്നു. അതിന്റെ അജണ്ടയിലും ഈ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചാൽ ഇന്ന് ഈ സംസ്ഥാന സമിതി യോഗത്തിനിടെ സംസ്ഥാനത്തുള്ള PB അംഗങ്ങൾ പിണറായി വിജയനും അതുപോലെ MA ബേബിയും MV ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ യോഗം ചേർന്ന് ആരാകണം പ്രതിപക്ഷ നേതാവെന്ന കാര്യത്തിൽ നിർദ്ദേശം സംസ്ഥാന സമിതിക്ക് മുമ്പാകെ വയ്ക്കും. അത് സംസ്ഥാന സമിതി ചർച്ച ചെയ്ത് തീരുമാനം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ PBയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് പുതിയൊരു പേര് നിർദ്ദേശിക്കുകയോ ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനാണ് എല്ലാ സാധ്യതയും. പിണറായിക്ക് മാത്രം കുറ്റം, ഈ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായിയുടെ മേൽ മാത്രം ചാരാൻ കഴിയില്ല. അതിന് കൂട്ടുത്തരവാദിത്തമാണ് ഉള്ളതെന്ന ഒരു നിലപാട് നേരത്തെ CPM PB എടുത്തിരുന്നു. പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം ഉയരുകയും പിണറായി മാറി നിൽക്കണമെന്ന് വലിയൊരു അഭിപ്രായം, ഒരു പൊതു അഭിപ്രായം സംസ്ഥാന സമിതിയിൽ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ പിണറായി എന്ന പേരിൽ നിന്ന് CPM മാറി ചിന്തിക്കാനിടയുള്ളൂ. അങ്ങനെ വന്നാൽ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകും. അല്ലെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവും KN ബാലഗോപാൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ ധനമന്ത്രി, അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവുകയും ചെയ്യും. ഒരു ചുരുങ്ങിയ കാലത്തേക്ക് ടീമിന്റെ പകുതിയെങ്കിലും പിണറായി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തുടരാനാണ് എല്ലാ സാധ്യതയും. കടുത്ത വിമർശനവും അല്ലെങ്കിൽ പിണറായി മാറി നിൽക്കണമെന്ന ആവശ്യം വന്നാൽ മാത്രമേ മറിച്ചൊരു സാധ്യത CPM പരിശോധിക്കൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭരണത്തിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശൈലിക്കുമെതിരേക്ക് വിമർശനം ഉയരാമെങ്കിലും പിണറായി മാറി നിൽക്കണമെന്ന ഒരു പൊതു അഭിപ്രായം സംസ്ഥാന സമിതിയിൽ ഉണ്ടാകാൻ ഇടയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാനാണ് സംസ്ഥാന സമിതി യോഗം ചേരുന്നത്. ഇതിനുശേഷം ഈ സംസ്ഥാന സമിതി ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധ്യതയില്ല. പകരം കീഴ്ഘടകങ്ങളോട് ചർച്ച ചെയ്ത് ബ്രാഞ്ച് തലം വരെ ചർച്ച ചെയ്ത് മുകളിലേക്ക് അവരുടെ നിർദ്ദേശങ്ങൾ, അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ജൂൺ മാസമാകും CPM തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുക. വലിയ തിരിച്ചടി, അപ്രതീക്ഷിത തിരിച്ചടി എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേരത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയത്. പലവിധ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞതുപോലെ പലവിധ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തന്നെ കേന്ദ്രീകരിച്ചാണ് വിമർശനങ്ങൾ. ആ വിമർശനങ്ങൾ താൻ ഏറ്റെടുക്കുന്നു. ഒറ്റക്കെട്ടായി മുന്നണി നിന്നാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ CP സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വിശദീകരിക്കും. എങ്ങനെ തോൽവി മറികടക്കാം? ഇപ്പോൾ ഈ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങൾ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ CPM കേന്ദ്രങ്ങൾക്കുണ്ട്. ഇപ്പോൾ തന്നെ തികഞ്ഞ പ്രതിപക്ഷമായി അവർ മാറിക്കഴിയുകയും ചെയ്തു. ഇന്നലെ
ടി.പി. രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനറുടെ വാർത്താ സമ്മേളനമൊക്കെ അത് കൃത്യമായി സൂചിപ്പിക്കുന്നതായിരുന്നു. സമരരംഗത്തേക്ക് CPM-ന്റെ വിദ്യാർത്ഥി സംഘടന നീറ്റ് വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ അതിശക്തമായ സമരം AG's ഓഫീസിനുള്ളിലേക്ക് വരെ കടന്നുകയറി സമരരംഗത്തേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും അവരുടെ ശക്തമായ സമരങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകാം. അങ്ങനെ ഒരു പ്രതിപക്ഷ മൂഡിലേക്ക് ഭരണം തീരുമാനിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു പ്രതിപക്ഷം അവരുടെ ആ റോളിലേക്ക് ഇതിനകം ഇറങ്ങിക്കഴിഞ്ഞു. അതിനൊപ്പം തന്നെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെ വേണമെന്ന കാര്യത്തിലും ഇന്ന് നാളെയുമായി ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനമുണ്ടാകും. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ആലപ്പുഴ CPI-ൽ പൊട്ടിത്തെറി. കായംകുളം, അരൂർ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ പരാജയത്തിൽ MLA-മാർക്ക് കടുത്ത വീഴ്ചയെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ. ന്യൂസ് 18നോടാണ് പ്രതികരണം. മണ്ഡലങ്ങളിൽ ജനകീയ അടിത്തറ ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല പാർട്ടിയെ ശിഥിലമാക്കി. പരാജയത്തിന്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ വെക്കാനാകില്ലെന്നും നാസർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ട ജില്ലകളിലൊന്ന്, പ്രത്യേകിച്ച് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇടതു കോട്ടയായി നിന്ന ആലപ്പുഴയിൽ വലിയ ഇളക്കം തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചു. നമ്മളോടൊപ്പമുള്ളത് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. വലിയൊരു ശക്തി കേന്ദ്രം, ഇടതിന്റെ ശക്തി കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന ഒരു ജില്ലയായിരുന്നു ആലപ്പുഴ. എന്താണ് ആലപ്പുഴയിൽ തവണ സംഭവിച്ചതായി കരുതുന്നത്? ആലപ്പുഴയിലെ ശക്തി കേന്ദ്രങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളും LDF തന്നെയാണ് വിജയിച്ചത്. ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ 3 മണ്ഡലങ്ങളിൽ LDF വിജയിച്ചു. ബാക്കി 6 മണ്ഡലങ്ങളിലാണ് പരാജയം ഉണ്ടായത്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യവും UDF ജയിച്ച മണ്ഡലമാണ് ഹരിപ്പാട്. ബാക്കി 5 മണ്ഡലങ്ങളാണ് LDF ജയിച്ചത്. ആ LDF ജയിച്ച മണ്ഡലത്തിലെ പരാജയം സംബന്ധിച്ചുള്ള പരിശോധന ഞങ്ങൾ ഗൗരവമായി നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്ന 3 മണ്ഡലങ്ങൾ, അതായത് തോൽവിക്ക് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെട്ട 3 മണ്ഡലങ്ങളായിരുന്നു. ഒന്ന് കായംകുളം, സിറ്റിംഗ് MLA-മാർക്ക് സാധ്യത കുറവ് എന്ന് വിലയിരുത്തപ്പെട്ട മണ്ഡലമായിരുന്നു കായംകുളം, അരൂർ, ഒപ്പം തന്നെ അമ്പലപ്പുഴ. ഇവിടങ്ങളിൽ അങ്ങനെ ഒരു തീരുമാനം മാറ്റി ചിന്തിക്കാത്തത്, സ്ഥാനാർത്ഥി സംബന്ധിച്ച് മാറ്റി ചിന്തിക്കാത്ത തിരിച്ചടിയാൻ തോന്നുന്നുണ്ടോ? അതിപ്പം നമ്മൾ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സമയത്ത് അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ആ സമയത്ത് ചിന്തിച്ചില്ല. ആ സമയത്ത് എന്തുകൊണ്ട് ജനസമ്മതി ഇല്ല എന്നുള്ളത് പാർട്ടിക്ക് മനസ്സിലാകാതെ പോയി? അല്ല, അവർ സിറ്റിംഗ് MLA-മാരാണ്. സിറ്റിംഗ് MLA-മാരായതുകൊണ്ട് ആ സിറ്റിംഗ് MLA-മാരെല്ലാം മത്സരിക്കട്ടെ എന്നുള്ള പൊതു തീരുമാനം വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മത്സരിപ്പിച്ചതാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഈ നിങ്ങൾ പറഞ്ഞ കുറവുകളൊക്കെ ഉണ്ടാകാം. എന്നാലും സിറ്റിംഗ് MLA-മാരെല്ലാം മത്സരിക്കട്ടെ എന്നൊരു വിധത്തിലേക്കുള്ള പൊതു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരെ മത്സരിപ്പിച്ചതാണ്. വമ്പൻ തിരിച്ചടിയായില്ലേ? അതിപ്പോൾ തിരിച്ചടിയായി. അപ്പോൾ അത് ആ തീരുമാനം എടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തിരുത്താം, അതിലേ പറ്റുള്ളൂ. തോറ്റെടുത്തെല്ലാം അവർക്ക് പാളിച്ചകളുണ്ട് MLA-മാർക്ക്. പിന്നെ അതിലെ അവരെ ജയിപ്പിച്ച് മത്സരിപ്പിച്ചല്ലേ പാർട്ടി. അവിടെ പിന്നെ അടുത്ത പ്രാവശ്യം അവർ വീണ്ടും നിൽക്കുമ്പോഴത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ അതിജീവിച്ച് ജയിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കില്ലേ? ഈ തോൽവിയിൽ അവർക്കും പങ്കുണ്ട്. പിന്നെ അവർക്കല്ലേ വലിയ പങ്ക്. അവർക്ക് വലിയ പങ്കുണ്ട്. കാരണം വെച്ചാൽ അവർ പാർട്ടി ഏൽപ്പിച്ചെന്താ 5 വർഷക്കാലം MLA 10 വർഷക്കാലം അവിടെ ഭരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യണം. അല്ലാണ്ട് അവരെ സ്ട്രെങ്തൻ ചെയ്യല്ല, പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യണം. അതാണ് ഓരോ ജനപ്രതിനിധി ചെയ്യേണ്ടത്. ആ സ്ട്രെങ്തനിങ് നടന്നില്ല, പാർട്ടി ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. സാധാരണ ചെയ്ത് നമ്മുടെ പാർട്ടി ലീഡർഷിപ്പുള്ളവരൊക്കെയാണല്ലോ ജനപ്രതിയായിട്ട് വരുന്നത്. അങ്ങനെ വരുന്ന ജനപ്രതികളെല്ലാം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ നമ്മളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെ മുന്നേറാനും കഴിയുന്ന സാഹചര്യം ഒരുക്കി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നേരത്തെ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ജയിക്കണം. അങ്ങനെ പലരും ജയിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചേർത്തലയൊക്കെ നിലനിർത്തി പോന്നു. ചേർത്തല നിലനിർത്തി, ചെങ്ങന്നൂർ എന്നില്ലേ, ചെങ്ങന്നൂർ നിലനിർത്തി, ചേർത്തല നിലനിർത്തി, മാവേലിക്കര നിലനിർത്തി. അവിടെ ഇവർക്ക് 3 പേർക്ക് നിലനിർത്താൻ കഴിയുമെങ്കിൽ ഇവർക്ക് എന്താ നിലനിർത്താൻ കഴിയാതെ? തമിഴ്നാട് നിയമസഭയിൽ TVK സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടും. AIADMK-യിൽ ഒരു വിഭാഗം വിജയ് സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നാണ് വിവരം. CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. ഇത്തരമൊരു നടപടിയുണ്ടായാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് ഔദ്യോഗിക പക്ഷവും നൽകിയിട്ടുണ്ട്. ഇന്ന് ഒരു നിർണായക ദിവസമായി മാറുകയാണ് തമിഴ്നാട്ടിൽ വിജയ്ക്ക്, TVKയ്ക്ക്. തമിഴ്നാട് നിയമസഭയിൽ TVK സർക്കാർ ഇന്ന് വിശ്വാസ വോട്ട് തേടുകയാണ്. VV വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് TVKയ്ക്ക്, വിജയ്ക്ക് ഒരു നിർണായക ദിവസമായി മാറുകയാണ്. AIADMK-യിൽ ഒരു വിഭാഗം പിന്തുണയ്ക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്?
അനുശ്രീ, വിജയ് വിശ്വാസ വോട്ട് നേടും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം 120 എന്ന ഒരു സംഖ്യയിൽ നിൽക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. 118 പേരുടെ പിന്തുണയാണ് വേണ്ടത്. ഇതിൽ അമ്മ മക്കൾ മുന്നേറ്റ കഴകം എന്ന ഒരു കക്ഷി കൂടിയുണ്ട്, ഒരു MLA മാത്രമുള്ള പാർട്ടി. ഈ MLAയുടെ പിന്തുണ കൂടി വിജയ്ക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഔദ്യോഗികമായി വിജയ് പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ഈ ഒരു MLA മാത്രമുള്ളത് കൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള പ്രശ്നം ഉണ്ടാകില്ല എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഈ സംഖ്യ ഒന്നുകൂടി വർദ്ധിക്കും. മാത്രമല്ല ADMKയിൽ പിളർപ്പാണ്. ഒരു വിഭാഗം വിജയെ പിന്തുണയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഷൺമുഖത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് ADMKയിൽ ഇടഞ്ഞു നിൽക്കുന്നത്. അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് എടപ്പാടി പളനിസ്വാമി പറയുന്നു. 47 അംഗങ്ങളാണ് ADMKയ്ക്ക് ഉള്ളത്. ഇതിൽ 32 എന്നൊരു സംഖ്യ ആയി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. 3/2 ഭൂരിപക്ഷത്തോടു കൂടി അവർക്ക് ഈ കൂറുമാറ്റ നിയമം അത് മറികടന്നുകൊണ്ട് തന്നെ വിജയുടെ ഒപ്പം ചേരാൻ കഴിയും. ഇപ്പോൾ ഏതാണ്ട് 30 MLAമാർ ആ വിഭാഗത്തോടൊപ്പം ഉണ്ടെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം വിജയ് തന്നെ ഷൺമുഖത്തിൻ്റെ വീട്ടിൽ നേരിട്ടെത്തി ഈ MLAമാരെ കാണുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ADMKയിലെ വലിയൊരു വിഭാഗം വിജയ്ക്കൊപ്പം ചേരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ 150 എന്ന ഒരു ഫിഗർ, അതിന് മുകളിലേക്ക് വിജയ്ക്ക് പോകാൻ കഴിയും. വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഭൂരിപക്ഷം വെച്ചുകൊണ്ട് തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ 5 വർഷം തികയ്ക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരിക്കും. ഈ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നേരത്തെ കോൺഗ്രസിൻ്റെ 5 അംഗങ്ങൾ പിന്തുണച്ചിരുന്നു. 2 മന്ത്രിസ്ഥാനമാണ് അവർക്ക് നൽകുന്നത്. അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു ധാരണയായാൽ തീർച്ചയായും ADMKയിൽ നിന്ന് വലിയൊരു വിഭാഗം വിജയ്ക്കൊപ്പം ചേരും. മാത്രമല്ല ആ നേതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലത്ത് DMK അധികാരത്തിലിരുന്നപ്പോൾ അവർ മാറ്റി നിർത്തപ്പെട്ടു. ഇപ്പോൾ വിജയ് വരുന്നു. ഒരുപക്ഷെ വിജയുടെ സർക്കാർ വീണ്ടും തുടർന്നാൽ ADMK തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമാകുന്നൊരു സാഹചര്യമുണ്ടാകും. ജയലളിതയുടെ മരണത്തിന് ശേഷം ആ പാർട്ടിക്ക് ഒരു സ്ഥിരത ഉണ്ടായിട്ടില്ല. OPS പുറത്തു പോകുന്നു, DMKയുമായി ചേരുന്നു. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വം മറ്റ് നേതാക്കൾ അംഗീകരിക്കുന്നില്ല. ആ തരത്തിൽ വലിയ ഒരു ശിഥിലമായ സാഹചര്യത്തിലൂടെയാണ് ADMK കടന്നു പോകുന്നത്. BJP പിന്തുണയാണുള്ളത്. NDA സഖ്യമാണ്. BJPക്ക് കാര്യമായ വേരോട്ടമില്ല. ഈ തിരഞ്ഞെടുപ്പിലും ഒരു സീറ്റിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നോട്ട് പോയാൽ തമിഴ്നാട്ടിൽ ADMKയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഈ വിമത MLAമാർ എത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇന്ന് അവർ വിജയെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത. അനുശ്രീ. ശരി, VV വിനോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം കേരളത്തിലേക്കും. ചോർന്ന മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്നാണ് കണ്ടെത്തൽ. 5 സംസ്ഥാനങ്ങളിൽ നിന്നായി ഇതുവരെ 50ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റദ്ദാക്കിയ പരീക്ഷ വീണ്ടും നടത്താനുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കുമെന്ന് NTA അറിയിച്ചു. അജയ് സുധാ വിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, 22 ലക്ഷം വിദ്യാർത്ഥികളുടെ രാവും പകലുമുള്ള കഷ്ടപ്പാടിന്റെ ഫലമാണിപ്പോൾ അനിശ്ചിതത്വത്തിലായി നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ കേരളത്തിലേക്കും അന്വേഷണം എത്തുന്നു എന്നറിയുന്നു. കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനി പരീക്ഷാ തീയതി ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത പരീക്ഷാ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് NDA അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഹാൾ ടിക്കറ്റ് വിതരണവും അതുപോലെ മറ്റ് വിവരങ്ങളെല്ലാം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഇതുവരെയുള്ള വിവരം. ഈ പരീക്ഷ റദ്ദാക്കിയതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളാണ് ഡൽഹിയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ഉൾപ്പെടെ അരങ്ങേറിയത്. ഇവിടെ കേരളത്തിലടക്കം പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും പ്രതിഷേധങ്ങൾ അടങ്ങിയിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ആരംഭിക്കും
ആരംഭിക്കുകയാണ്. കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇതിനോടകം തന്നെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 2014 ഇതുപോലൊരു വിഷയം വന്നപ്പോൾ ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അത് അന്ന് സഭയിൽ അടക്കം ഉന്നയിച്ച വിഷയമായിരുന്നു. ഇപ്പോഴിത് വീണ്ടും ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച റിപ്പോർട്ട് ചെയ്തത് അത് നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ രാജസ്ഥാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ അന്വേഷണത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കേസ് CBIയുടെ പരിഗണനയിലാണ്. എങ്കിലും രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം, സാധാരണഗതിയിൽ ഈ ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടാകുന്നത് ഈ പേപ്പർ പ്രിന്റ് എടുത്തതിന് ശേഷം വിതരണത്തിനായി കൊണ്ടുപോകുന്ന ആ അവസരത്തിലാണ് ഈ ചോർച്ച നടക്കാറുള്ളത്. പക്ഷേ ഇവിടെ ചോർച്ച നടന്നിട്ടുള്ളത് പ്രിന്റിങ്ങിനായി കൊടുത്ത ആ പ്രസ്സിൽ നിന്ന് തന്നെയാണ് ഈ ചോർച്ച ഉണ്ടായതായിട്ടാണ് വിവരമുള്ളത്. അതായത് ഈ ചോദ്യപേപ്പറിന്റെ കൈയെഴുത്ത് പ്രതിയാണ് ഇപ്പോൾ ആദ്യം പല തരത്തിൽ പ്രചരിച്ചതെന്നാണ് ഈ പോലീസിന്റെ കണ്ടെത്തൽ. നാസിക്കിലാണ് ഇത്തവണ ഈ ചോദ്യപേപ്പറിന്റെ പ്രിന്റിംഗ് നടന്നത്. ഈ നാസിക്കിലുള്ള ഈ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് അതൊരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള ശുഭം കാർണിയാർ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ലഭിക്കുന്നു. ഈ കുട്ടിയിൽ നിന്ന് അത് പിന്നീട് ഹരിയാനയിലുള്ള ഒരു ഡോക്ടറിലേക്ക് അത് എത്തുകയായിരുന്നു. അതായത് കൊറിയർ മാർഗമാണ് ഹരിയാനയിലുള്ള ഒരു ഡോക്ടറിലേക്ക് ഈ ചോദ്യപേപ്പർ എത്തുന്നത്. ഈ ഡോക്ടറിൽ നിന്ന് ഈ ചോദ്യപേപ്പർ പിന്നീട് കേരളത്തിൽ പഠിച്ചിരുന്ന രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുകയായിരുന്നു. ഈ വിദ്യാർത്ഥി പിന്നീട് ഈ ചോദ്യപേപ്പർ തൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക്, അതായത് രാജസ്ഥാനിലുള്ള സിക്കാറിലുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് കൈമാറുന്നു. ഇയാൾ മെഡിസിൻ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷേ ഇയാളുടെ പിതാവ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ നടത്തുന്ന ഒരു ഹോസ്റ്റലിൻ്റെ ഒരു വാർഡനാണ്. അപ്പോൾ ഇയാൾക്ക് ഈ വിദ്യാർത്ഥി ഈ ചോദ്യപേപ്പർ പിന്നീട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇയാൾ വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച വലിയ രീതിയിൽ നടന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാകുന്നത്. മനീഷ് യാദവും അതുപോലെ തന്നെ രാജേഷ് കുമാർ എന്ന് പറയുന്ന 2 പേരാണ് ഇതിൻ്റെ സൂത്രധാരന്മാരായിട്ട് പ്രവർത്തിച്ചതെന്നാണ് വിവരമുള്ളത്. ഈ ചോദ്യപേപ്പർ ചോർച്ച 2 ദിവസം മുൻപ് വരെ ഈ ചോദ്യപേപ്പർ ഏതാണ്ട് 5 ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്നു. അതുപോലെ ഈ പരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഏതാണ്ട് 20,000 രൂപയ്ക്ക് വരെ ഇത് കച്ചവടം നടത്തിയിരുന്നതായിട്ടാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തുന്നത്. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപയ്ക്ക് വരെ 2 ദിവസം മുൻപ് ഇത് വിറ്റിരുന്നു. ഇത് നിരവധി വിദ്യാർത്ഥികൾക്ക്, ഈ ഹോസ്റ്റൽ വാർഡനിലേക്കും അതുപോലെ തന്നെ ഒരു കോച്ചിങ് സെൻറ്റർ തലവനിലേക്കും ഈ ചോദ്യപേപ്പർ എത്തിയതിന് ശേഷം ഇവർ വഴിയാണ് ഇത് വ്യാപകമായി പല ആളുകളിലേക്കും എത്തിയത്. ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹരിയാന, അതുപോലെ മഹാരാഷ്ട്ര, ബീഹാർ, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മൊത്തം 50ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന് പുറമെ ജമ്മു കാശ്മീരിലേക്ക് ഉൾപ്പെടെ ഇതിൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ കണ്ണികൾ വരും ദിവസങ്ങളിൽ പിടിയിലാകും എന്നാണ് ഇപ്പോൾ നിലവിൽ വിവരമുള്ളത്. CBI ആണ് ഇപ്പോൾ ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. ശരി, അജയ് സുധ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സർക്കാർ രൂപീകരണം വൈകിയതോടെ ഈ വർഷത്തെ SSLC ഫലപ്രഖ്യാപനം അനിശ്ചിതത്വത്തിൽ. വെള്ളിയാഴ്ച ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു വി ശിവൻകുട്ടി നേരത്തെ പറഞ്ഞത്. മൂല്യനിർണ്ണയം പൂർത്തിയായി. പരീക്ഷാ ബോർഡ് ചേർന്ന് ഫലം അംഗീകരിച്ച് അന്തിമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ പ്രഖ്യാപിക്കാം. പക്ഷേ പുതിയ സർക്കാർ ഇനിയും അധികാരമേൽക്കാത്ത സാഹചര്യത്തിൽ ആര് ഫലം പ്രഖ്യാപിക്കണം, എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന കാര്യത്തിലാണ് പ്രതിസന്ധി. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് പരീക്ഷാ ബോർഡ് യോഗം ചേരും. ലോക്സഭാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നതിനാൽ 2019 ഫലം പ്രഖ്യാപിച്ചത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. 2016 ഫലം പ്രഖ്യാപിച്ചത് ചീഫ് സെക്രട്ടറി. കീഴ്വഴക്കമുണ്ടെന്നതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർ ഫലം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതോ പുതിയ മന്ത്രിക്കായി കാത്തിരിക്കണോ എന്നും ഇന്നത്തെ പരീക്ഷാ ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാകും. 4.17 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക്. നാളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ ചർച്ചയാകാനാണ് സാധ്യത. ഇറാന് നേരെയുള്ള സൈനിക നടപടി പുനരാരംഭിക്കാൻ സാധ്യതയെന്നാണ് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വീണ്ടും ആക്രമണമുണ്ടായാൽ ഉറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് ഇറാന്റെ ഭീഷണി. അജയ് സുധ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ട്രംപ് ചൈനയിലേക്ക് തിരിച്ചിരിക്കുന്നു. ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയുണ്ടാകും. ഷീ ജിൻപിങ്ങിന് ഒരു സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതായത് ഇറാന് മേലുള്ള അദ്ദേഹത്തിന്റെ പിടിപാടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഈ സംഘർഷത്തിൽ ഉണ്ടാകുമെന്നുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാനാകുമോ?
അനുശ്രീ, ട്രംപ് എന്തായാലും ചൈനയിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രിയോടെ അദ്ദേഹം ചൈനയിലെത്തും എന്നാണ് വിവരമുള്ളത്. നാളെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വരുന്ന നാളെയും അതുപോലെ മറ്റന്നാളുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ചൈനീസ് സന്ദർശനം തുടരുക. മറ്റന്നാൾ രാത്രിയോടെ അദ്ദേഹം തിരിച്ച് US-ലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപേ 2025 ജനുവരിയിൽ വെച്ച് നടന്ന ഏഷ്യ പസഫിക് എക്കണോമിക് സമ്മിറ്റിൽ വെച്ചാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും അതുപോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഈ ചൈനീസ് സന്ദർശനം ഉൾപ്പെടെ ഷെഡ്യൂൾ ചെയ്യുകയായിരുന്നു. പക്ഷേ അത് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം കാരണമാണ് അത് പിന്നീട് നീട്ടിവെക്കുകയുണ്ടായത്. ഇപ്പോൾ ആ സംഘർഷത്തിൽ ഒരു വെടിനിർത്തൽ സംജാതമായ ഘട്ടത്തിലാണ് ട്രംപ് ചൈനയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഈ ചൈനീസ് സന്ദർശനത്തിന് തൊട്ട് മുൻപ് ട്രംപ് ഈ US-ന്റെ നിർദ്ദേശങ്ങളിലുള്ള ഇറാന്റെ മറുപടി പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയായിരുന്നു. അപ്പോൾ അതോടുകൂടി ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ട്രംപുമായിട്ട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപ് ഏത് നിമിഷം വേണമെങ്കിലും ഇറാനുമായിട്ടുള്ള സൈനിക നടപടി പുനരാരംഭിച്ചേക്കാം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് ട്രംപ് US-ലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നടക്കാൻ വളരെയധികം സാധ്യതകളുണ്ട്. അവിടെയാണ് ഈ ചൈനീസ് സന്ദർശനം നിർണായകമാകുന്നത്. കാരണം ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുൻ നിലപാടുകൾ നമുക്കറിയാം. ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം പൂർണ്ണമായി ഇറാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചൈന പല ഘട്ടങ്ങളിലും സ്വീകരിച്ചു വന്നിരുന്നത്. ഈ യുദ്ധത്തിൽ ഇറാന് പൂർണ്ണ പിന്തുണ നൽകുക മാത്രമല്ല, ഈ ഇറാന് കടുത്ത രീതിയിലുള്ള വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് ആകാനും ചൈന മറന്നിട്ടില്ല. ഇറാനിലേക്ക് ആയുധങ്ങൾ ഉൾപ്പെടെ കൈമാറാൻ ഉൾപ്പെടെ അവർ വലിയ മേൽനോട്ടം വഹിച്ചിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ചൈനീസ് സന്ദർശനത്തിന് ശേഷം ഈ യുദ്ധത്തിന് എന്തെങ്കിലും ഗതിമാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, ചൈനയിലേക്ക് പോവുകയാണ്. അവിടെ ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം മങ്കട കുരങ്ങൻചോലയിൽ ഇടിമിന്നലേറ്റ് മരിച്ച 4 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മങ്കട കോഴിക്കോട്ട് പറമ്പ് തസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വെള്ളില സ്വദേശികളാണ് മരിച്ച 4 പേരും. പുതുക്കുടി വീട്ടിൽ അലിയുടെ മകൻ റഹീസ്, കൂരിമണ്ണിൽ പുത്തൻ വീട്ടിൽ സൈദലവിയുടെ മകൻ ബഹാസ്, ആലിക്കപ്പറമ്പിൽ അസീസിന്റെ മകൻ സിയാദ്, മലയിൽ വീട്ടിൽ നിസാറിന്റെ മകൻ ഫഹദ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ റോഷൻ, ഇഫാദ്, സൽമാനുൽ ഫാരിസ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, അതിദാരുണമായൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്ര മണിയോടെയാണ് പൊതുദർശനത്തിനെത്തിക്കുക? അനുശ്രീ, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പരിക്കേറ്റവരാണെങ്കിൽ ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ദാരുണ സംഭവമുണ്ടായ ഇടത്താണെന്ന്. കാണുമ്പോൾ മനോഹരമായ ഒരു സ്ഥലമാണ്, പക്ഷേ വലിയ ഒരു ദുരന്തമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നടന്നത് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരെയുള്ള മലകളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സൂര്യാസ്തമയവും ഒക്കെ മനോഹരമായിട്ട് ഇവിടുന്ന് കാണാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ്. കോടമഞ്ഞും ഒക്കെ നിറയുന്ന എപ്പോഴും അങ്ങനെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കുരങ്ങൻചോല എന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളും പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ചേരുന്നുണ്ട്. റൌഫൊക്കെയും നീസും ചേരുന്നുണ്ട്. അങ്ങ് ഇവിടെ ഈ ആദ്യ സമയം മുതൽ അപകടം നടന്നപ്പോൾ ഉണ്ടായിരുന്നു? ഞാൻ ഇവിടെ വിവരം അറിഞ്ഞ് ഇവിടെ വന്നു. അപ്പോഴേക്കും കുട്ടികളൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇവിടെ നാട്ടുകാരൊക്കെ തെരച്ചിലും ഒരു കുട്ടിയുടെ കൂടി മിസ്സായിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സും മറ്റും ഒക്കെ വന്ന് തെരച്ചിൽ നടത്തി. പിന്നെ അത് സ്ഥിരീകരിച്ചു മിസ്സായിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണ് സംഭവം. തുറസായിടായതുകൊണ്ട് തന്നെ ഇടിമിന്നലൊക്കെ വലിയ സാധ്യത തന്നെയായിരുന്നു. വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു സുരക്ഷ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ പല സമയത്തും വളരെയധികം കുട്ടികൾ വന്നിരിക്കലുണ്ട്. അതിനെ നിയന്ത്രിക്കാനോ മറ്റോ ഒന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ശരിക്കും ടൂറിസം സ്പോട്ടായി മാറിയത്. അതെ, പല സമയത്തും ധാരാളം കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടുന്ന് ഏതൊക്കെ സ്ഥലമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്? ഇവിടുന്ന് പെരിന്തൽമണ്ണ, മലപ്പുറം, മഞ്ചേരിൻ്റെ അടുത്ത പ്രദേശത്തും ജില്ലയിലെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന മലയാണ് ഈ മല. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുന്നേ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി. ആളുകളൊക്കെ പുറത്തുനിന്നൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതന്ന് പിന്നെ പോലീസൊക്കെ കർശനമായിട്ട് നിയന്ത്രിച്ച് ഇപ്പോൾ അങ്ങോട്ടൊന്നും വല്ലാതെ പോകുന്നില്ല. ഇതിലൂടെ ഇന്നലെ രാത്രിയിൽ വേഗം വരെ തിരച്ചിലുണ്ടായിരുന്നു അല്ലേ? അതെ, രാത്രി 9 മണി വരെ ഇവിടെ ഫയർഫോഴ്സും മറ്റു നാട്ടുകാരും സന്നദ്ധ സംഘടനകളൊക്കെ തെരച്ചിൽ നടത്തി. പിന്നെ ആരും മിസ്സായിട്ടില്ല എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് തെളിച്ച് നിർത്തത്.
ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പ്രാദേശിക ടൂറിസം കേന്ദ്രമായിട്ടൊന്ന് മാറിക്കഴിഞ്ഞു. പക്ഷേ ആളുകൾ എത്തുന്നതിനോ അവരെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ. അത് നിർഭാഗ്യമായ സംഭവമാണ്. ഇത് സാധാരണ ഉണ്ടാവില്ല, ഒരു മിന്നൽ എന്ന പ്രകൃതിയായിട്ടുണ്ടായ ഒരു സംഭവമാണല്ലോ. പക്ഷേ നല്ല പ്രകൃതിമായ രാവിലെയും വൈകുന്നേരമൊക്കെ ഇത് കുറച്ചൊരു മഴക്കാലമായപ്പോൾ നല്ല മേഘങ്ങൾ ഇറങ്ങി ആകാശം താഴേക്ക് ഇറങ്ങി വന്ന പോലത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. നിരവധി ടൂറിസ്റ്റ് ഫാമിലി അടക്കമുള്ള ടൂറിസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ മഴ തുടങ്ങിയപ്പോഴാണ് 3:30-4 മണിക്കാണ് മഴ തുടങ്ങുമ്പോഴാണ് കുടയും കൊണ്ട് വന്നാണ് കുട്ടികൾ ഈ പ്രദേശത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ല ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു 9:30 വരെ ഇവിടെ തെരച്ചിലുണ്ടായിരുന്നു. ഫയർഫോഴ്സ് അതുപോലെ മറ്റേ സന്നദ്ധ സംഘടന. ചായ കൊടുക്കാൻ പോകുന്ന ഒരാളാണ് അയാൾ സ്ഥിരം ചായ ഇവിടെ വിറ്റെടുക്കുന്ന ഒരാളാണ്. അയാൾ കുട്ടികൾ ഇങ്ങനെ 4-5 കുട്ടികൾ വീണ് കിടക്കുന്നത് കണ്ടപ്പോഴാണ് ആൾക്കാരായിട്ട് ഒരാളെ താഴത്തുനിന്നാണ് പിന്നെ ലാസ്റ്റ് കിട്ടിയത്. അവനിപ്പോൾ ചെതറിപ്പോയിരുന്നു അല്ലേ? എല്ലാം ചെതറിപ്പോയി, ആകെ ചെതറിപ്പോയി. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. ഈ ഒരു ഭാഗത്താണ് ഈ ദുരന്തം ഉണ്ടായത്. ദുരന്ത ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ പാറക്കെട്ടാണ്. അതിനപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും വിവിധ മലകളും ഒക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ വൈകുന്നേരം സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് ഈ ഒരു പ്രദേശം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ? ഇല്ല, ഞാൻ ഈ വാർഡിൻ്റെ തൊട്ടടുത്ത 1-ാം വാർഡിലെ മെമ്പറാണ്. ഞാനിത് അറിയുന്നത് ഒരു 5:30 മണിക്ക് ശേഷമാണ്. ആ സമയത്താണ് ഇത് പിന്നെ ഈ ആളുകൾ അറിയണതും. ഇവിടുന്ന് നമ്മളെ വാർഡിൽപ്പെട്ട ഒരു കുട്ടിയാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ ഒരു 5-6 പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മിന്നലേറ്റിട്ട് ഈ കുരങ്ങൻചോല ഭാഗത്തു നിന്ന് പറഞ്ഞു. ഉടനെ ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി. പിന്നെ ഇവിടുന്ന് ഒരാളെ കൂടെ കൂട്ടിയിട്ടാണ് മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഈ 6 പേര് എത്തിയിട്ടുണ്ടായിരുന്നു. 6 പേരെത്തി ഞാനവിടെ ചെന്ന സമയത്ത് 3 പേരെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരാൾ CPR കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതും കുറച്ച് സമയത്തേക്ക് ആയപ്പോഴേക്കും അതും മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി. പിന്നെ അതിന് ശേഷമാണ് ഇവിടെ ഒരാളും കൂടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് ഈ താഴേക്കൊക്കെ ഭാഗത്തേക്ക് തെരച്ചിൽ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 3 പേര് ഇപ്പോൾ മൗലാന ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് രാത്രി തന്നെ. അവർ ഇപ്പോൾ ഇന്ന് രാവിലെ ബന്ധപ്പെട്ടിരുന്നു. നമ്മൾ ഒരാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമായി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ പ്രയാസമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്താ ഇപ്പോൾ ഇത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരുപാട് പേര് വരുന്നൊരു സ്ഥലം. അതെ, ഇതിപ്പോൾ ഇത് യാദൃശ്ചികമാണ്. ഇതിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ വീണതോ ഒന്നുമല്ലല്ലോ. ഇപ്പോൾ ഇടിമിന്നലും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പ്രായത്തിലെ കുട്ടികൾ അങ്ങനെയാണല്ലോ, എല്ലാം ആസ്വദിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ മഴയും ഒക്കെ ഒന്ന് ആസ്വദിച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഉദാഹരണമായ ഒരു സംഭവം ഉണ്ടായതാണ്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നു ചേട്ടാ? ഈ ഒരു സമയത്തുണ്ടായിരുന്നു? നമ്മൾ 1/2 മണിക്കൂർ വൈകിയതിന് ശേഷം അവിടെ എത്തിയത് അറിഞ്ഞത്. കാരണം മിന്നലേറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. എന്താ കണ്ടത് വന്നപ്പോൾ ആദ്യം ഇതുപോലെ 4 പേര് ഇവിടെ കിടക്കുന്നത് കണ്ടത്. വേറെ 2 പയ്യന്മാർ ഇതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ആസ്വദിക്കാനും വേണ്ടി വന്നപ്പോൾ അവരാണ് ഫസ്റ്റായിട്ട് കണ്ടത്. ഫസ്റ്റായിട്ട് കണ്ടപ്പോൾ അവർ ഈ നാട്ടുകാരല്ല, കണ്ട ആൾക്കാർ കുറച്ച് താഴത്തുള്ളവരാണ്. ഈ പയ്യന്മാർ അറിയുന്നവരൊന്നുമല്ല. അപ്പോൾ പിന്നെ മുകളിൽ നമ്മളെ വിനോട്ടുണ്ട്, ചായയൊക്കെ പാർസലിട്ട് പോകുന്ന ആളുണ്ട്. മൂപ്പരോട് അറിയിച്ചു കാര്യങ്ങൾ. മൂപ്പര് അതിൽ പാസ് ചെയ്യണ്ടായിരുന്നു റോഡിൽ പോയി. മൂപ്പര് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മളെ നാട്ടിലത്തെ ആൾക്കാരാന്ന് പറഞ്ഞത്. മൂപ്പരാണ് പിന്നെ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ മൊബൈലിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ സമയം പിന്നെ എല്ലാവരും എത്തിയപ്പോൾ പിന്നെ ഇവിടെ 2 ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പിലാണ് 2 പേരെ കൊണ്ടുപോകാൻ പറ്റിയത്. പിന്നെ അതിന് ശേഷമാണ് 2 ആംബുലൻസ് വന്നു. പിന്നെ ആംബുലൻസ് വേറെ ഒന്ന് വന്നു. പിന്നെ ഒരാളെ കുറച്ച് വൈകിട്ടാണ് നമുക്ക് കിട്ടിയത്. കൊണ്ടുപോകുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നോ? അത് 4 പേരുടെ അവസ്ഥ മോശം തന്നെയായിരുന്നു. പിന്നെ 3 പേര് കുഴപ്പമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ താഴേക്ക് ഒരാൾ പോയിണ്ടായിരുന്നു. അയാളെ കുറച്ച് വൈകിട്ടാണ് കിട്ടിയത്. പക്ഷെ ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിലെ കയറ്റാൻ പറ്റില്ല. താഴെ വഴി വേറെ റൂട്ടിനാണ് നമ്മൾ കൊണ്ടുപോകാൻ പറ്റിയത്. അതെ, ഇതിലിങ്ങോട്ട് മേലേക്ക് കയറ്റാൻ പറ്റില്ല. താഴെ വേറെ റൂട്ടുണ്ടായിരുന്നു. ആ വഴിക്കാണ് പിന്നെ ആ പയ്യനെ കൊണ്ടുപോകാൻ പറ്റിയത്. പിന്നെ രാത്രി 10 മണി വരെ ഇവിടെ ഫയർഫോഴ്സിന്റെ ടീംസൊക്കെ വന്നിട്ട് മൊത്തം തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വേറെ ആരും ഇല്ലാന്നാണ് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് പിരിഞ്ഞു പോയത്. ഇതിപ്പോൾ ആ സമയത്ത് മഴ ഇടിയൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ വന്ന സമയത്തല്ലേ? മഴ ഉണ്ടാവില്ല. ആ സമയത്ത് മഴ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെന്താ വെച്ചാൽ നമ്മളാരും പയ്യന്മാർ വരികയാണെങ്കിൽ ഇവിടെ വലിയ മരം കണ്ടില്ലേ, അതിന്റെ ചുവട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി നിൽക്കും. മരത്തിന്റെ ചുവട്ടിൽ കയറി നിൽക്കും. ആ മഴ കഴിഞ്ഞിട്ട് നമുക്ക് പോകാന്ന് വിചാരിച്ചിട്ട്. കുറേ പാറയൊക്കെ ഇല്ലല്ലോ, അവിടെ അങ്ങനെ ഇരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ പിന്നെ ഇവരെന്നല്ല, ചെറു മഴ കണ്ട ഒരു ആൾക്കാർ അങ്ങനെ ചെയ്യലുണ്ട്. പ്രതീക്ഷിക്കില്ലല്ലോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നത്. എന്നാണെങ്കിലും നിങ്ങൾക്കെല്ലാം വല്ലാത്തൊരു ഞെട്ടലായിരിക്കും അല്ലേ? നല്ല ഞെട്ടൽ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ
വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇവരൊക്കെ. കാരണം എല്ലാവരും ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് റീൽസും ഫോട്ടോസും ഒക്കെ ചിത്രീകരിച്ച് വളരെ സന്തോഷത്തോടെ മടങ്ങി പോകുന്ന ഒരിടമാണ്. അത്രയധികം പ്രകൃതി മനോഹരമായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെയാണ് ഈ ഒരു ദുരന്തം നടന്നിട്ടുള്ളത്, ഈ ദുരന്ത ഭൂമിയായി മാറിയത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എന്താണെങ്കിലും 4 പേരുടെ മരണം സ്ഥിരീകരിച്ച് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അവരുടെ നില അതീവ ഗുരുതരമായിരുന്നു. രക്ഷപ്പെട്ട 3 പേരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു കാര്യം. അവർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. 10 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പൊതുദർശനം 1 മണിക്കൂറോളം സമയമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ശരി, കഴിഞ്ഞ ദിവസമായിരുന്നു മങ്കട കുരങ്ങൻചോലയിൽ ഇടിമിന്നലേറ്റ് 4 പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായത്. അവരുടെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷമായിരിക്കും സംസ്കാരവും പൊതുദർശനം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. CB അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും കർണാടകയ്ക്ക് മുകളിലായുള്ള ചക്രവാത ചുഴിയും തുടരുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. ഇന്നലെ പകൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. നാളെ വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. അവയവദാനത്തിനായി വ്യാജരേഖകൾ ചമച്ച് അവയവ കച്ചവടം നടത്തിയ കേസിൽ നജീബിന്റെ സ്വത്ത് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. 6 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് നജീബിന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് ലഭിച്ചത്. നജീബിനെ 2 അക്കൗണ്ടുകൾ ഇതിനകം തന്നെ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു. ഇടപാട് ലഭിച്ച തുക കൊണ്ട് നിരവധി ഭൂമിയും സ്വത്തുക്കളുമാണ് നജീബ് വാങ്ങിക്കൂട്ടിയത് എന്നാണ് കണ്ടെത്തൽ. നജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. നജീബ് കസ്റ്റഡി അപേക്ഷ ഇന്ന് കോലഞ്ചേരി കോടതി സമർപ്പിക്കും. നജീബിന് പുറമെ വിദേശത്തുള്ള സഹോദരനെ ചുറ്റിപ്പറ്റിയും അന്വേഷണം വ്യാപിപ്പിക്കും. കൊച്ചി സിറ്റി പോലീസും റൂറൽ പോലീസും വ്യാപകമായി നജീബിനെ ചോദ്യം ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. നജീബിന് ഏകദേശം കോടികളുടെ സ്വത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് നജീബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരനെ ചുറ്റിപ്പറ്റിയ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന് പിന്നിൽ ഇനിയും കൂടുതൽ ആളുകളുണ്ട് എന്ന് വേണോ മനസ്സിലാക്കാൻ? അനുശ്രീ, കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയതനുസരിച്ചിട്ട് നജീബ് ഇതിലൊരു പ്രധാനപ്പെട്ട കണ്ണി മാത്രമാണ്. വലിയൊരു ശൃംഖലയാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ നജീബിന്റെ വിദേശ ബന്ധം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ കൊച്ചിയിൽ നിന്നും സ്റ്റെമ്മ ക്ലബ്ബ് പോലെയുള്ള, അതായത് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന മനുഷ്യക്കടത്ത് പോലത്തെ നടത്തുന്ന ഏജൻസികളൊക്കെ നേരത്തെ നമുക്കറിയാം. അത്തരം വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അധു ജയകുമാറിന്റെ നേതൃത്വത്തിൽ മനുഷ്യക്കടത്ത് നടത്തിയിരുന്ന, ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയിരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. അത്തരം സാഹചര്യങ്ങളുണ്ടോ, അതായത് ഈ വിഷയത്തിൽ മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. അവയവദാനവുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധുക്കളായിരിക്കണം അവയവം ദാനം ചെയ്യുന്നത് എന്നുള്ള നിയമത്തെ മറികടക്കാൻ വേണ്ടിയാണ് നജീബും കൂട്ടരും ഇത്രയധികം വ്യാജരേഖകൾ ചമച്ചത്. പ്രത്യേകിച്ചും ആധാർ കാർഡും അതുപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, MLA-മാരുടെയും MP-മാരുടെയും ശുപാർശ കത്തും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അത് മാത്രമല്ല, നിരവധി ഒഫീഷ്യൽ ലെറ്റർ ഹെഡുകൾ അതുപോലെ സീലുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടും ഈ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് അതോറിറ്റി ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ട് വിളിച്ചപ്പോഴാണ്, അതായത് ഈ ആപ്ലിക്കേഷനിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ചപ്പോഴാണ് അത് ലാബല്ല, ലാബിലേക്ക് എന്തോ ഒരു സംശയം, അതായത് ഹെൽത്ത് വിഷയവുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാൻ വിളിച്ചപ്പോഴാണ് ഇത് ലാബല്ല, ഇത് പ്രിന്റിംഗ് ആൻഡ് ഫോട്ടോസ്റ്റാറ്റ് ചെയ്യുന്ന കടയാണ് എന്ന് പറയുന്നതും. തുടർന്നാണ് ഈ വിഷയത്തിൽ സംശയം തുടങ്ങിയതും പോലീസ് ഇതിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്നതും. അതിന്റെ ഭാഗമായി തന്നെയാണ് നജീബ് കലക്ടറയെ അറസ്റ്റ് ചെയ്തത്. ഒളിവിലായിരുന്ന നജീബിനെ നമുക്കറിയാം, ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവയവദാനവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖകൾ ചമച്ചതിൽ നജീബിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ആജ്ഞ രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വോട്ട് ചെയ്യുന്നതിനായി സ്വദേശത്തേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചു വരാത്തതിനാൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് സംസ്ഥാനത്തെ പല തൊഴിൽ മേഖലകളും. എറണാകുളം ജില്ലയിലെ ഹോട്ടലുകളിലെ ജീവനക്കാരിൽ ഭൂരിപക്ഷവും അതിഥി തൊഴിലാളികളാണ്. ഗ്യാസിന്റെ വില കൂടിയതുമൂലം നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായ ഹോട്ടൽ മേഖല തൊഴിലാളികൾ കൂടി എത്താതായതോടെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്.
പെരുമ്പാവൂരാണ്. കാരണം പെരുമ്പാവൂർ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനക്കാർ അതിഥി തൊഴിലാളികളുള്ള ഒരിടമെന്ന് പറയുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിലെ ഈ ബസ് സ്റ്റാൻഡും പരിസരമൊക്കെയാണ്. സാധാരണ ആളുകൾ പറയുന്നത് ഈ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അവരൊരു തിരക്ക്, തൊഴിലാളികളുടെ എല്ലാം തന്നെ ഒരു തിരക്കെല്ലാം തന്നെ ഉണ്ട് എന്ന് പറയുന്ന സമയത്താണ് അത് വലിയ തിരക്കില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം വോട്ട് ചെയ്യാൻ വേണ്ടി പോയ തൊഴിലാളികൾ ബംഗാളിലേക്കും ആസാമിലേക്കും എല്ലാം തന്നെ പോയ നോർത്ത് ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള തൊഴിലാളികൾ പലരും തന്നെ തിരിച്ചെത്തിയില്ല എന്ന് തന്നെയാണ് ഇവിടെ ഈ തൊഴിലുടമകളെല്ലാം തന്നെ പറയുന്നത്. ഏറ്റവും അവർ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഹോട്ടൽ, അതോടൊപ്പം തന്നെ പ്ലൈവുഡ് വ്യവസായങ്ങളിലെല്ലാം തന്നെയാണ്. നമുക്കൊരു ഹോട്ടലിലെ ഒരു കാഴ്ച കാണാം. ഹോട്ടലിലെ അത് പെരുമ്പാവൂർ ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണ്. എന്തായാലും ഹോട്ടൽ ഉടമ അടക്കം ഇവിടെയുണ്ട്. അദ്ദേഹം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഭാരവാഹി കൂടിയാണ്, ജില്ലാ ഭാരവാഹി കൂടിയാണ്. പേരെങ്ങനെയാണ്? ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ്. ഞാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥിയാണ്. എങ്ങനെയാണ് നിലവിലൊരു ഹോട്ടലിന്റെ അവസ്ഥ? ഇപ്പം നിലവിലെ ഹോട്ടലിന്റെ അവസ്ഥ എന്ന് വളരെ പരിതാപകരം തന്നെയാണ്. അതായത് ഓരോ ദിവസവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗ്യാസിന്റെ ക്ഷാമം വന്നപ്പോൾ തന്നെ ഇവിടുത്തെ പെരുമ്പാവൂരിൽ ഏകദേശം 40%, 50% കൂടി ഹോട്ടൽ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. അതിനുശേഷം ഇപ്പോൾ ആസാം, ബംഗാൾ എന്നീ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിലാളികളെല്ലാം തന്നെ വോട്ട് ചെയ്യാനായിട്ട് ആ സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ ഏകദേശം എൻ്റെ സ്ഥാപനം തന്നെ ഏകദേശം ഒരു 20 ദിവസത്തോളം കൂട്ടിയിടേണ്ടതായ ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അറിയാം, ഏകദേശം ഒരു പകുതി ജോലിക്കാർ മാത്രമേ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളൂ. ഇനിയും വരാൻ കിടക്കുന്നുള്ളൂ. ഇനി എൻ്റെ സ്ഥാപനത്തിൽ ഏകദേശം 15 ജോലിക്കാരുണ്ടെങ്കിൽ 6-7 ജോലിക്കാരെ എത്തിയിട്ടുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ബക്രീദ് പെരുന്നാളൊക്കെ വരുമ്പോൾ അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഭൂരിഭാഗം ജോലിക്കാരും ഇവിടെ എത്താൻ സാധ്യതയുള്ളത്. അതായത് ഇനി 27-നാണെന്ന് തോന്നുന്നു ഈ മാസം പെരുന്നാൾ വരുന്നത് ഏകദേശം 27-ാം തീയതിയാണെന്ന് തോന്നുന്നു. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഭൂരിഭാഗവും ജോലിക്കാർ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. അതിനനുസരിച്ച് എൻ്റെ സ്ഥാപനം ഏകദേശം ഭാഗികമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പം കൂടാതെ നമ്മുടെ നിത്യോപയോഗ സാധന വില വർധന, ഇപ്പം നമുക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാല് എന്നിവ വേണ്ട എല്ലാ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള എല്ലാം നമുക്ക് സാധനങ്ങളുടെ വില വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനനുസൃതമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു തുക തന്നെ ഞങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ സാധ്യത അല്ലേ? ഇവിടുത്തെ പെരുമ്പാവൂർ യൂണിറ്റ് സെക്രട്ടറി. എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 3 ആഴ്ചയായിട്ട് ഞാൻ തന്നെ കയറിയെന്നാണ് വർക്കൊക്കെ ചെയ്യുന്നത്. കിച്ചണിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ സപ്ലൈ ഉൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പോലും നമുക്ക് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാത്ത വലിയ പ്രതിസന്ധി തന്നെയാണ് എല്ലാ രീതിയിലും. ഇതിൽ ഈ ഹോട്ടൽ മേഖലയിലുള്ള പലരും ഇതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഇവിടുത്തെ ജീവനക്കാരനാണ്. മലയാളം അറിയും? കുറച്ച്. എവിടെയാണ്? ഏത് സ്റ്റേറ്റാ? ആസാം. എങ്ങനെ പോയിട്ട് വന്നു? വോട്ട് ചെയ്തു? വോട്ട് ചെയ്തിട്ട് വന്നു. തിരിച്ചു വന്നു. കൂടെയുള്ളവര് പലരും ഇപ്പോഴും എല്ലാവരും വന്നില്ല. പകുതി അവിടെ തന്നെ. പകുതി അവിടെ. ഇനി എന്നാ വരുന്നത്? ഇനി വരും. അവിടെ കസ്റ്റമർ ജാസ്തി ഉണ്ടെങ്കിൽ അവർക്ക് വിളിക്കാം. പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട്? പെരുന്നാൾ കഴിഞ്ഞിട്ട് വരും. എല്ലാവരും വരും. അധികം പേര് വരാനുണ്ടല്ലേ? വരുന്നുണ്ട്. ഇനിയും ആളുകളുണ്ട്, വരാനുണ്ട്. അതിലിപ്പോൾ വോട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനി പെരുന്നാള്, ബക്രീദ് എല്ലാം തന്നെ വരുന്നതാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കൂടുതൽ പേര് ഇവിടെ എത്താൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. സാരമായ രീതിയിൽ തന്നെ ഈ തൊഴിലാളികൾ തിരികെ എത്താത്തത് ഈ ഹോട്ടൽ വ്യവസായം അടക്കമുള്ള മേഖലകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഒന്നാമതേ ഗ്യാസിൻ്റെ വിലവർധനവ്, അത് കിട്ടാനില്ലാത്തൊരവസ്ഥ. അതോടൊപ്പം തന്നെയാണ് ഈ പോയ തൊഴിലാളികൾ മടങ്ങി വരാത്തതും ഇവരെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18.
രാജ്യത്തെ ഏറ്റവും പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിന് 145 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ പ്രിൻസിപ്പൽ. മലയാളിയായ പ്രൊഫസർ ഡോക്ടർ സൂസൻ ഏലിയസ് ആണ് ഈ സുപ്രധാന നേട്ടം കൈവരിച്ചത്. നിലവിൽ ചണ്ഡീഗഡ് സർവകലാശാലയിൽ പ്രോ വൈസ് ചാൻസലറാണ് പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ സൂസൻ. സെന്റ് സ്റ്റീഫൻസിന്റെ 14ാമത് പ്രിൻസിപ്പാളാണ്. നിയമന ഉത്തരവിൽ ഡൽഹി ബിഷപ്പും കോളേജ് ചെയർമാനുമായ ഡോക്ടർ പോൾ സ്വരൂപ് ഒപ്പുവച്ചു. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ലോകത്തെ തന്നെ എണ്ണപ്പെട്ട ഫാക്കൽറ്റികളിൽ പ്രമുഖയാണ്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഡാറ്റാ സയൻസ്, ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഫാക്കൽറ്റിയായും ഭരണപരമായ ചുമതലകളും വഹിച്ചിട്ടുള്ള ഡോക്ടർ സൂസൻ ചെന്നൈയിലാണ് സ്ഥിരതാമസം. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. ആലപ്പുഴയിൽ അഭിഭാഷകയായ ലിൻഡ സെബാസ്റ്റ്യന്റെ പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളാണ്. ലിൻഡയ്ക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ശ്രീകാര്യം സ്വദേശി ഡെയ്സി ബായുടെ 56ാം ജന്മദിനമായിരുന്നു ഇന്നലെ. ആശംസകൾ അറിയിച്ചിരിക്കുന്നത് മരുമകൻ വിപിൻ മോഹനാണ്. ഡെയ്സി ബായ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ ന്യൂസ് 18 കുടുംബാംഗമായ പാർവതിയുടെ പിറന്നാളാണിന്ന്. പാർവതിക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് ഭർത്താവ് അർജുനാണ്. ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകരാണ് ഇരുവരും. പാർവതിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും 1000 പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.